ടോപ്പ് ഹെഡ്ലൈൻസ്. തിരുവനന്തപുരം നെടുമങ്ങാട് വിദ്യാർത്ഥികൾ നീന്തൽ പരിശീലന കുളത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് കുശർക്കോട് സ്വദേശികളായ ആരോമൽ, ഷിനിൽ എന്നിവർ. അപകടം ആനാട് ഗ്രാമപഞ്ചായത്ത് വക നീന്തൽ പരിശീലന കുളത്തിൽ. മൃതദേഹങ്ങൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. പാലക്കാട് കാർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ 2 കുട്ടികൾ മരിച്ചു. മരിച്ചത് 4 വയസ്സുകാരി എമിലീന, 6 വയസ്സുകാരൻ ആൽഫ്രഡ് എന്നിവർ. മരണം എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിരിക്കെ. പരിക്കേറ്റ അമ്മയുടെയും ഒരു കുട്ടിയുടെയും ആരോഗ്യനില ഗുരുതരം. ഡാർക്ക് വെബ് ലഹരി വിൽപ്പന കേസ് മുഖ്യപ്രതി എഡ്സനെതിരെ കൂടുതൽ കേസുകൾ. ചെന്നൈയിലും ഹൈദരാബാദിലും പിടികൂടിയ പാഴ്സലുകൾ അയച്ചത് എഡ്സനെന്ന് അന്വേഷണ സംഘം. എഡ്സനെതിരെ മറ്റു സംസ്ഥാനങ്ങളിലും കേസെടുക്കും. കെറ്റാമെലോൺ ശൃംഖലയുമായി റിസോർട്ട് ഉടമ ഡിയോളിനും ഭാര്യ അഞ്ജുവിനും നേരിട്ട് പങ്കുണ്ടെന്ന് NCB. റിസോർട്ട് വാങ്ങിയത് ലഹരിക്കടത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട്. റിസോർട്ടിനെതിരെ നടപടിക്ക് സാധ്യത. സ്കൂൾ സമയമാറ്റ വിവാദത്തിൽ താൻ സ്വീകരിച്ചത് കോടതി നിലപാടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോടതി പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി. ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അവർ ഏത് നിമിഷം ഏത് സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് മാന്യമായ മറുപടിയെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മാന്യമായ സമീപനം സ്വീകരിക്കുന്നതിൽ സർക്കാർ വൈകി. മദ്രസ സമയം സംബന്ധിച്ച ചർച്ച വിജയിച്ചാൽ പ്രക്ഷോഭം ഉണ്ടാകില്ലെന്നും ജിഫ്രി തങ്ങൾ. ചർച്ച വിജയിച്ചാൽ പിന്നെ പ്രക്ഷോഭത്തിന്റെ ആവശ്യമില്ല. ചർച്ച പരാജയപ്പെട്ടാൽ പിന്നെയും പ്രക്ഷോഭം വേണ്ടി വരും. ഒക്കെ ആലോചിച്ച് തീരുമാനിക്കും. പിന്നെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. അപകട കാരണം ഇന്ധന വിതരണ സംവിധാനം നിലച്ചത്. പറന്നുയർന്ന ഉടൻ എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചു. എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണ സ്വിച്ചുകൾ ഓഫായിരുന്നു. ആരാണ് ഓഫ് ചെയ്തതെന്ന ചോദ്യവും താനല്ലെന്ന സഹ പൈലറ്റിന്റെ ഉത്തരവും കോക്പിറ്റ് ഓഡിയോയിൽ. സ്വിച്ചുകൾ വീണ്ടും പ്രവർത്തിപ്പിച്ചെങ്കിലും വിമാനം തകർന്നുവെന്നും റിപ്പോർട്ട്. അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്ന് ബോയിങ് കമ്പനി. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് ധനമന്ത്രിയുടെ മറുപടി. എല്ലാ വകുപ്പുകൾക്കും പണം അനുവദിക്കുന്നത് ഒരേപോലെ. ചില വകുപ്പുകളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കൂടുതൽ പണം അനുവദിക്കേണ്ടി വരും. ഇടതു പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ വിമർശനം സ്വാഭാവികമെന്നും മന്ത്രി KN ബാലഗോപാൽ. ധനമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത് ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ. വിമർശനം CPI വകുപ്പുകൾക്ക് ധനമന്ത്രി പണം അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചു. കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം. VC സിൻഡിക്കേറ്റ് പോരുമുറുകുന്നു. യോഗം വിളിക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. തീരുമാനമെടുക്കാതെ VC. സുപ്രധാന ഫയലുകളിൽ പോലും കാലതാമസം. പോരിനിടെ അവധിയിൽ പോകാൻ താൽപര്യം പ്രകടിപ്പിച്ച് VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ. മിനി കാപ്പനോട് ജോലിയിൽ തുടരാൻ VCയുടെ നിർദ്ദേശം. ഈ പരീക്ഷാഫലത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. പ്രതിസന്ധിക്ക് കാരണം സർക്കാരിനെന്നത് തെറ്റായ പ്രചാരണം. വരും വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കും. ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത കേരളം BJP ഇല്ലാതെ സാധ്യമാകില്ല. ഓരോ വർഷവും BJPയുടെ വോട്ടുകൾ കൂടുന്നതിൽ കേരള ജനതയ്ക്ക് നന്ദിയെന്നും അമിത്ഷാ. കേരളത്തിന് വേണ്ടി മോദി സർക്കാർ ചിലവാക്കിയ പണത്തിന്റെ കണക്ക് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്നും അമിത്ഷാ. തിരുവനന്തപുരത്ത് BJP പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. അമിത്ഷാ കേരളത്തിലെത്തിയത് 2 ദിവസത്തെ സന്ദർശനത്തിന്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന് നേരെ കയ്യേറ്റ ശ്രമം. വാക്കേറ്റവും സംഘർഷവും മുള്ളൻകൊല്ലിയിലെ പാർട്ടി പരിപാടിക്കിടെ.
ബഹളത്തെ തുടർന്ന് പരിപാടി ഉപേക്ഷിച്ചു. കയ്യേറ്റമുണ്ടായെന്ന് വാർത്ത നിഷേധിച്ച് ND അപ്പച്ചൻ.